പിന്നെ സഹകാരിയിൽ ജോയിൻ ചെയ്തപ്പോൾ തൊട്ടുള്ള എൻ്റെ ഇതൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ്. കാരണം സാറിൻ്റെ ഈ മൊമെൻ്റോ മേടിക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത്. അപ്പോൾ അതിൽ ഇന്ന് എത്തി നിൽക്കുന്നു. അതിൽ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. ഇടയ്ക്ക് ഒരുപാട് സ്ട്രഗിൾസ് വരും. ഇതുപോലെ സിലബസ് മാറും, അങ്ങനെ നമ്മൾ ഇടയ്ക്ക് മൂഡ് ഓഫ് ആവും. പിന്നെ ഇടയ്ക്ക് നമുക്ക് പഠിക്കാൻ പറ്റാത്ത പല പല സിറ്റുവേഷൻസ് വരും. പക്ഷെ അതിലൊന്നും തളരാതെ ഇത് വേണം എന്നുള്ളൊരു വാശിയിൽ മുന്നോട്ട് പോയി. ICDS സൂപ്പർവൈസർ ലേഡി വാരിയേഴ്സിനെ ഓരോരുത്തരായിട്ട് നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സഹകാരിയുടെ ചുണക്കുട്ടികളാണ് ഓരോരുത്തരും. ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്നത് നമ്മുടെ ആദിലയാണ്. ആദില 35ാമത്തെ റാങ്ക് സ്കോർ ചെയ്തു. ആദ്യത്തെ അഡ്വൈസിൽ വന്നിട്ടില്ല, അടുത്ത അഡ്വൈസ് പ്രതീക്ഷിച്ച് നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് ആദിലയുടെ പഠന വിശേഷങ്ങളാണ്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. കാരണം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ചധികം ടേക്ക് അവേസ് അതിനകത്തുണ്ടായിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ആകുന്ന തരത്തിലുള്ള. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദില, നമുക്ക് ഈ ഒരു സക്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ഒരു 170 മുകളിൽ വരുന്ന റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഒരു 150 വരെ അഡ്വൈസ് പോകും. നമുക്ക് അഡ്വൈസ് ഉറപ്പിക്കാൻ പറ്റുന്ന പോസ്റ്റാണ്. ഈ ഒരു വിജയം ആർക്കൊക്കെ സമർപ്പിക്കുന്നത്? അതിലെ സഹകാരിയുടെ ചിട്ടയായ പഠന രീതിയും അതേപോലെ തന്നെ നമ്മുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്കും പിന്നെ ഗോഡ് ഗ്രേസും ആണ് ഇന്ന് ഇങ്ങനെ ഈ 35ാമത്തെ റാങ്ക് കരസ്ഥമാക്കി നിൽക്കാൻ എന്നെ സഹായിച്ചത്. പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഉമ്മ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എല്ലാവരും നല്ല രീതിയിൽ ഈ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ വരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. എൻ്റെ കുഞ്ഞിനെ നോക്കാനാണെങ്കിലും അവരുടെ സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹവും അതുകൊണ്ടാണ് ഞാനിന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു നമ്മൾ പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. ഓക്കെ, നേരത്തെ നമ്മൾ നോട്ടിഫിക്കേഷൻ അവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോഴും നമ്മൾ എന്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഞാൻ മെഡിക്കൽ കോഡറായിട്ട് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മെഡിക്കൽ കോഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സ്ഥാപനത്തിൽ നിന്നും ഇറങ്ങിയിട്ടാണ് ആദില ഒരു ഗവൺമെന്റ് ജോലി പഠിച്ച സ്ട്രീമിൽ നിന്ന് തന്നെ ആകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും പല ഉദ്യോഗാർത്ഥികളും ഇതുപോലെ കംഫർട്ട് സോണുകൾ ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ജോലി എന്ന് പറയുമ്പോൾ എപ്പോഴും കംഫർട്ട് തരുന്ന സാധനമാണ്. ശമ്പളം മാസാവസാനം എന്തായാലും ശമ്പളം കിട്ടും, നമുക്ക് ചവിട്ടി നിൽക്കാൻ ഇടമുണ്ട്. അപ്പോൾ അത് വിട്ടപ്പോഴത്തേക്കുണ്ടായിരുന്ന ഒരു ഫീൽ എന്തായിരുന്നു? അപ്പോൾ ഒരു നമുക്ക് ഇതിൽ കിട്ടും എന്നുള്ളൊരു ഉറപ്പില്ലല്ലോ, ഒരു ടെൻഷനോടെ. അപ്പൊ പിന്നെ എന്തായാലും ഇത് പിടിച്ചേ പറ്റും. ആ ഒരു ഇതിലാണ് ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് പോയത്. നല്ല ഓവർ ടൈം വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇറങ്ങിക്കഴിഞ്ഞാലേ ഫുൾ ഫോക്കസ് കൊടുത്ത് പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതും പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നുള്ളതാണ്. ആദ്യമായിട്ട് സഹകാരിയിൽ എങ്ങനെ അറിഞ്ഞു വന്ന? എങ്ങനെ? യൂട്യൂബില് വീഡിയോസ് കണ്ടുകൊണ്ടാണ് വന്നത്. ഫിസിയോളജിയുടെ ക്ലാസ്സസ് ആണ് ആദ്യം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പം എനിക്കൊന്ന് ഫസ്റ്റ് ഡേ തന്നെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ക്ലാസ് ഡിലേ ഒക്കെ വന്നപ്പോൾ അല്ലേ, ഏറ്റവും അഗ്രസീവായിട്ടുള്ള പഠിക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുള്ള ഒരു കുട്ടികളുടെ ബാച്ചായിരുന്നു നമ്മുടെ ICDS സൂപ്പർവൈസർ സെപ്റ്റംബർ ബാച്ച്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും ഇത് കൃത്യമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. നോട്ടിഫിക്കേഷൻ വന്ന ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇടിച്ച് വരുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു അഗ്രസീവായിട്ടുള്ളൊരു മെത്തഡോളജി ഉള്ള കുട്ടികളായിരുന്നു ഈ കുട്ടികളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിജയം നമ്മൾ അവരിൽ കാണുകയും ചെയ്തു. അപ്പോൾ വളരെ കാമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ആദ്യത്തെ നമ്മുടെ മെന്റർ പാർവതി എങ്ങനെ ഉണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് തന്നിരുന്നു. മറ്റേ ന്യൂസ് പേപ്പർ കട്ടിങ്സ് വരുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യായിരുന്നു. PDF ആണെങ്കിലും എക്സ്ട്രാ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നോർമൽ ക്ലാസ് അല്ലാതെ എക്സ്ട്രാ എന്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരുപാട് നോട്ട്സ് തന്നിട്ടുണ്ട്. പിന്നെ മറ്റേ പോള് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ അവരെ എത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റും അത്രത്തോളം പാർവതി പുഷ് ചെയ്തിട്ടുണ്ട്. കാരണം സെപ്റ്റംബർ ബാച്ച് ഉള്ളവർക്കാണ് പാർവതിയുടെ ഒരു വർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുക. അത് കഴിഞ്ഞ് ശ്രുതി അല്ലേ, അതും രണ്ടുപേരും ഒരേപോലെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ. മെന്റർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മെന്റർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 27 മണിക്കൂർ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാവില്ല മെന്റർ. ഉറപ്പായിട്ട് നിങ്ങളെ ഗ്രോത്തിലൊരു പാർട്ടാകാൻ വേണ്ടി അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ മെന്റേഴ്സ്. അപ്പോൾ നിങ്ങളും നമ്മുടെ ബാച്ചിലേക്ക് വരുമ്പോൾ അവരെ സർവീസ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. പിന്നെ നമുക്ക് ആ ഒരു ലാസ്റ്റ് സിലബസ് വന്നതിന് ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളൊന്ന് പറയാമോ? 2 മാസത്തിന് മുന്നോടിയായിട്ടാണ് സിലബസ് കംപ്ലീറ്റ് ഒരു ചേഞ്ച് വരുന്നത്. കാരണം നമ്മുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹോം സയൻസ് ആണ്. അതിലാണ് ഫുള്ള് ചേഞ്ച് വന്നത്. അത് കൂടുതലും സൈക്കോളജി ബേസ്ഡ് ആക്കി സിലബസ്. അപ്പോൾ ചൈൽഡ് ഡെവലപ്മെന്റ് ചൈൽഡ് സൈക്കോളജി ആയിരുന്നു കൂടുതലും. അപ്പൊ ആ സമയത്ത് ശരിക്കും ടെൻഷനായി പോയി. അപ്പൊ ശ്യാം സാറിനെ വിളിച്ചപ്പോൾ സാറായിരുന്നു ഫുൾ സപ്പോർട്ട്. എത്രയൊക്കെ സിലബസ് എന്തൊക്കെ വന്നാലും എക്സാമിന് മുമ്പായിട്ട് എല്ലാവർക്കും ഒരേപോലെ നമ്മൾ അന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. എത്ര സൈക്കോളജി നല്ല രീതിയിൽ സിലബസ് അവസാനം മാറി വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ്, എല്ലാവരും ഒരുപോലെ ബാധിക്കുന്നത്. അവിടെ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ച്. അപ്പൊ ആദ്യം ഒരു
മൂഡ് ഓഫ് ആയിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ ക്ലാസ്സും നല്ല ഇതായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അതിനനുസരിച്ച് നല്ല സ്മാർട്ടായിട്ട് 2 മാസം നല്ല രീതിയിൽ വർക്ക് ചെയ്തു. പിന്നെ ഫുൾ സിലബസും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഒരു കോൺഫിഡൻ്റ് ആയി. പിന്നെ ലാസ്റ്റുള്ള എക്സാം അതെ, മോഡൽ എക്സാമിനേഷൻസ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് മുന്നോട്ട് പോയിരുന്നതാണ്. നമ്മൾ ആ ഒരു മോട്ടിവേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി എന്തൊക്കെ വിഷ്വൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്? എന്തൊക്കെയാണ് നിന്റെ മനസ്സിലുള്ള തോന്നലുകൾ? ഞാൻ നമ്മൾ പഠിക്കുന്ന പോയിന്റ്സ് ഒക്കെ ചാർട്ടിൽ എഴുതിയിടും. അതിന്റെ ഇടയ്ക്ക് ICDA സൂപ്പർവൈസർ എന്നും കൂടെ എഴുതിയിടും. അപ്പൊ ഇടയ്ക്ക് ഒരു അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു നമ്മൾ ഒരു പോസ്റ്റിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഡെസിഗ്നേഷൻ ICDA സൂപ്പർവൈസർ അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട്. പിന്നെ സഹകാരിയിൽ ജോയിൻ ചെയ്തപ്പോൾ തൊട്ടുള്ള എൻ്റെ മനസ്സിലൊരു ഇതൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. കാരണം സാറിൻ്റെ ഈ മൊമെന്റ് മേടിക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത്. അപ്പോൾ അതിൽ ഇന്ന് എത്തി നിൽക്കുന്നു. അതിൽ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ എപ്പോഴും നമ്മൾ വെബിനാറിൽ പറയാറുണ്ട്, വിഷ്വലൈസ് ചെയ്യാൻ പറയാറുണ്ട്. നമ്മളിപ്പോൾ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്യുക. സൈക്കോളജി ടെക്നിക്സ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സിസ്റ്റത്തിലേക്ക് ആ ഒരു ബിലീഫ് കൊണ്ടുവരാൻ പറ്റും അല്ലേ? അത് ശരിയായിട്ട് വരികയും ചെയ്യും. പിന്നെ ഇടയ്ക്ക് നോട്ടിലൊക്കെ ചുമ്മാ ഇങ്ങനെ എഴുതി വെക്കും. അപ്പോൾ നമുക്കൊരു പ്രചോദനമാണ്. അപ്പോൾ അതിലെ ഇതുവരെ പറഞ്ഞു വന്ന കാര്യങ്ങൾ അതിലെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആൻഡ് സ്റ്റോറീസ് ആണ്. അതിൻ്റെ എല്ലാം ഒരു കൺക്ലൂഷൻ നിലയ്ക്ക് പറയുമ്പോഴത്തേക്കും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ലേഡീസ് ആവട്ടെ ജെൻസ് ആവട്ടെ, നമുക്ക് ആ ഒരു കൃത്യമായ ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള അതിനെതിരെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് മാറ്റി വെച്ച് നല്ല മോട്ടിവേഷനോടി നല്ല വിഷ്വലൈസേഷനോടി ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സെറ്റാക്കാൻ പറ്റുമല്ലേ? ഉറപ്പായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ മോളെ, നമുക്ക് നിങ്ങളുടെ വാക്കുകളാണ് ഇനി വരാൻ പോകുന്ന ലേഡീസിന് പ്രചോദനമാകാൻ പോകുന്നത്. അടുത്ത വരാൻ പോകുന്ന വാരിയേഴ്സിന് എന്താണ് പറയാനുള്ളത്? ആദ്യം തൊട്ട് തന്നെ നമുക്കത് വേണമെന്നുള്ളൊരു വാശിയിൽ മുന്നോട്ട് പോവുക. ഇടയ്ക്ക് ഒരുപാട് സ്ട്രഗിൾസ് വരും. ഇതുപോലെ സിലബസ് മാറും, അങ്ങനെ നമ്മൾ ഇടയ്ക്ക് മൂഡ് ഓഫ് ആവും. പിന്നെ ഇടയ്ക്ക് നമുക്ക് പഠിക്കാൻ പറ്റാത്ത പല സിറ്റുവേഷൻസ് വരും. പക്ഷെ അതിലൊന്നും തളരാതെ ഇത് വേണം എന്നുള്ളൊരു വാശിയിൽ മുന്നോട്ട് പോയി ഡെയിലി എക്സാംസ് ഉണ്ട്, അതേപോലെ മന്ത്ലി എക്സാംസ് ഉണ്ട്, വീക്ക്ലി എക്സാംസ് ഉണ്ട്. എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോയി ഉറപ്പായിട്ടും നമുക്ക് കിട്ടിയിരിക്കും. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസ തരികയാണ്. താങ്ക് യു.